നമ്മളിപ്പോ ഇനി നാട്ടെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഈ വീടുകളിൽ തന്നെയുള്ളപ്പോ നമ്മൾ ആദ്യം അള്ളാഹുവിന്റെ താല്പര്യത്തിലും അവന്റെ ഇഷ്ടത്തിലുമായിട്ട് ജീവിക്കണം. എന്നെങ്കിലേ നമ്മുടെ മക്കള് നന്നാവുള്ളൂ. എങ്കിലേ നമ്മളെ ആക്രമം നമുക്ക് നന്നാക്കാൻ കഴിയും. അല്ലെങ്കിൽ നമ്മുടെ ആക്രമം എന്താവും? പരാജയപ്പെടുന്നു. ചില്ലറ വിഷയമല്ല, ചിന്തിക്കാനുള്ളതാണ്. ഞമ്മക്ക് വരാൻ പോകുന്ന സംഗതിയാണെന്ന് ആലോചിച്ചോളി, മനസ്സിലായിക്കോളി. ഇന്നിപ്പോ നമ്മൾ ഇപ്പൊ തന്നെ കൊന്നിട്ടില്ല, ഇന്നത്തെ മതി. ഇത്ര ചെറുപ്പത്തിൽ തന്നെ സ്കൂൾ പോകുമ്പോൾ തന്നെ അപ്പൊ ഇങ്ങനെയൊക്കെ ജീവിക്കണം. അപ്പൊ നല്ല മാർക്ക് നോക്കണം. ഞാൻ ഹൈദരാബാദിൽ വന്നിട്ട് അത് ചെറിയ പ്രായമാണ്. വലിയൊക്കെ പ്രായം. അപ്പൊ ഓനൊക്കെ വന്നമാതിരി താടിയുണ്ട്. അപ്പൊ താടികൾ മുളച്ച് വരുന്ന നേരത്തെ കാണാൻ വേണ്ടി ചൊറുക്കുന്നുണ്ടാവും. അവിടെയും ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അതൊന്നും വടിച്ചിട്ടും വെട്ടിട്ടൊന്നുമില്ല. അപ്പൊ അതങ്ങനെ അതിലും ഇതിലൊക്കെ നടക്കുന്നുണ്ട് താടിയൊക്കെ. അതങ്ങനെ വളർന്നു വരുന്നുണ്ട്. വീട്ടിലെത്തി വല്യമ്മ ഉണ്ട്. വീട്ടിൽ വന്നപ്പോ ഉമ്മാന്റെ അമ്മ ഉണ്ട് വീട്ടിൽ. അങ്ങനെ പിറ്റേ ദിവസം വല്യമ്മ പോവാണ്. ഇതും പോര് എന്നെ ആക്കി തന്നാണ്. ഞാൻ ഹൈദരാബാദൊക്കെ പോയ ഒരു കൊല്ലം 2 കഴിഞ്ഞിട്ട് വരില്ല. അവിടെ ഒന്ന് ഉമ്മാന്റെ വീട്ടിലൊക്കെ ഒന്ന് പോയി ചെയ്യാം, അമ്മമാരൊക്കെ ഒന്ന് കാണും വിചാരിച്ചിട്ട് ഞാനും തുണിപ്പായൊക്കെ മാറ്റി ഇറങ്ങാൻ നേരത്തെ വല്യമ്മ പറഞ്ഞു, ആ താടിയാണ്ട് പഠിച്ചിട്ടാളാണ്. വല്യമ്മ പറയാണ്, ദിവസം ഒരു ജുസ് ഓടാത്ത ദിവസം എന്റെ വല്യമ്മ എല്ലാ നിസ്കാരം നിൽക്കുക കളാക്കും കൂടിയില്ല. അങ്ങനത്തെ നല്ലൊരു പെണ്ണാണ്. അത് പറയാണ് താടിയാണ് പഠിച്ചിട്ടാളാണ്. ഞാൻ കുപ്പായം കഴിച്ചിട്ടു. കുപ്പായം കഴിച്ചു ഞാൻ ഇല്ലങ്ങളൊപ്പം എന്ത് പറഞ്ഞാലും പിന്നെ വല്യമ്മ മാവ് പറഞ്ഞു നോക്കിയേ നിങ്ങൾ ഇനി എന്ത് പണില്ല, നിങ്ങളെ കൂടെ ഇനിയല്ല. ഞാൻ കുപ്പായം കഴിച്ചിട്ട് പോയി മാറ്റിച്ചു. ഒറ്റക്കാണ് പോയിക്കൊള്ളിയാൽ. അതിന് ഊറ വലിയമാരുടെ ദേഷ്യം പോന്നു. ഇത്ര പ്രായമുള്ള ഒരു തള്ള റസുമാന്റെ ഒരു സുന്നത്തിന് പേര് അത് വച്ചിടാൻ പറഞ്ഞിട്ട് എന്താ അത് അതിനോട് ഊറ് വന്നിട്ട് തുണി കുപ്പായം കഴിച്ചിട്ട് തുണി മാറ്റിച്ച് പാൻതുണി വിട്ടു. ഇനി ഞങ്ങൾ വിളിച്ചെന്നെ വേണ്ട, ഇനിയും കുറെ പറഞ്ഞു നോക്കി, എല്ലുമ്മയും കുറെ പറഞ്ഞു നോക്കി. ഈ കോലത്തിൽ വരാൻ പറ്റൂലെങ്കിൽ വേണ്ട, ഞാൻ വരുന്നില്ല, പോയില്ല. എന്നിട്ട് പഞ്ചത്തെ നമുക്ക് ഉറങ്ങുന്നു. അന്ന് അതിനുള്ള താല്പര്യമുണ്ട്. ഇത് താനെയാണ് മറ്റിട്ടാണ് പോകുന്നത്. ദേഷ്യം വന്നു. എന്ത് വല്യമ്മയായിട്ട് പോയി വല്യമ്മയുടെ വീട് വന്നു. പിന്നെ വല്യമ്മ ഒറ്റക്കാൻ പോണേ ഉണ്ടായി കൊടുത്തില്ല. ഒറ്റക്ക് കഴിക്കില്ല. അല്ലെങ്കിൽ ഈ തള്ളാർ ഇതിന് നിൽക്കണം. ഏതെങ്കിലും കുട്ടികൾ ഇങ്ങനെ ദീനനുസരിച്ചിട്ട് അള്ളാഹു റസൂലുള്ളാഹിന്റെ താല്പര്യത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ തള്ളാരും തള്ളാരും അതിനെന്തിനാ തടസ്സം നിൽക്കണം? എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? റസൂലുള്ളാഹിന്റെ ഒരു സുന്നത്ത് ഒരു താടി വെച്ചു, അല്ലെങ്കിൽ തൊപ്പി വെച്ചു. എന്നിട്ട് ഈ തള്ളത്തിന് അത് വല്യമ്മയാലും വേണ്ടില്ല, ഉമ്മയായാലും വേണ്ടില്ല, അത് എന്നിട്ട് തടസ്സം നിൽക്കിയേ. പിന്നെ ആരാണ് വല്യമ്മയായാലും ഉമ്മയായാലും? റസൂലുള്ളാഹിന്റെ ശത്രു. റസൂലുള്ളാഹിന്റെ ശത്രുവിന്റെ കൂടെ പോകാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെയാന്ന് കരുതിയത്. സത്യമാണ്, വെറുതെ എഴുതിയൊന്നുമല്ല. ശത്രുവല്ല, റസൂലുള്ളാഹിന്റെ ശത്രുവല്ലേ? ആവില്ലേ? പിന്നെ ഞാൻ വല്യമ്മാനൊപ്പം പോകാൻ പറ്റുമോ? അതിന് ഞാൻ പോയില്ല. അല്ലെങ്കിൽ ഞാൻ പോയില്ലെങ്കിൽ 8 ദിവസം കഴിക്കാൻ വരിക. അത്രയും ബന്ധം എനിക്ക് അവിടെ. ചെറുപ്പത്തിൽ അവിടെ ഉമ്മാന്റെ വീട്ടിൽ തന്നെ വളർന്നതാണ്. പക്ഷെ പോയില്ല. പ്രായം ചെന്ന തള്ളാരും തന്താരും എന്താക്കരുത്? വളർന്നു വരുന്ന കുട്ടികളെ ചീത്തയാക്കരുത്. ഇവന്റെ കുട്ടി താടി തൊപ്പും ചുപ്പിയിട്ടിട്ട് മദ്രസ പോയി മൂന്നേര് കളിയാക്കിയ. പിന്നെ കുട്ടി എന്തായാലും ആ കുപ്പായം തൊപ്പിയിട്ടൂല. മൂന്നേരല്ലേ കളിയാക്കിയ. കളിയാക്കിയാലും കുട്ടിയൊന്നും ഉണ്ടാവില്ല ഇറങ്ങുന്നത്. മറ്റേ പോലെ ജുബഞ്ചാളെ പോലെയൊന്നു അങ്ങനത്തെ കുട്ടി മൂന്നേര് കളിയാക്കിയപ്പോ എന്തായി? പിന്നെ ജുബിടൂല. എന്താ ആയതിന്റെ കുട്ടി ഓനും ഓന്റെ പെണ്ണുങ്ങളും നിർബന്ധിച്ച് എങ്ങനെ ഇടിപ്പിച്ചാലും രണ്ടാളും കൂടി ഇടിപ്പിച്ചാലും ഇട്ടൂല കുട്ടി. എങ്ങനെ ഇട്ടെടുത്ത ഓൻ പോവില്ല, കുപ്പായിട്ടെടുത്ത ഓൻ പോവും. ജുബ പറ്റൂല. അതിന് ഒറ്റ വാക്കാൻ പോവില്ല.
ഞാൻ പറഞ്ഞവരോടായ അതിനെ പഠിപ്പിക്കാൻ പറ്റില്ല. റസൂലുള്ളാഹിന്റെ സുന്നത്ത് കുട്ടി ധരിച്ചത് അങ്ങനെ കുട്ടികൾ വരേണ്ടത്. എല്ലാരും ഇങ്ങനെ വരണവരെ പറഞ്ഞ പോലെ ഇരുന്നില്ല. അങ്ങനല്ലേ പറയണ്ടേ? എല്ലാരും ഇങ്ങനെ തൊപ്പിയൊക്കെ ഇട്ട് വരണോ? ഇപ്പൊ നല്ല നല്ല കുട്ടിയായിട്ട് തൊപ്പിയൊക്കെ ഇട്ട് വന്നൊക്കെ റസൂലുള്ളാഹിന്റെ സുന്നത്തൊക്കെ ഇട്ടേക്കണ് ഇങ്ങനെയാണ് എല്ലാരും വരേണ്ടതെന്ന് പറഞ്ഞേക്കാണെങ്കിൽ വേറെയും കുട്ടികൾക്ക് പകർത്തുമായിരുന്നു അല്ലേ? അത് കളിയാക്കിയത് കൂടെ തന്നെ എന്തായി അയച്ചിട്ടുണ്ടോട്ടേക്ക് എത്തി. അപ്പൊ ഈ മൂല്യന്മാരും ഈ തള്ളാരും ഈ തന്താരും തന്നെയാണ് എന്താക്കണത്? ഈ വളർന്നു വരുന്ന കുട്ടികളെ ദീനിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ചിലപ്പോൾ നമ്മളെ പെണ്ണുങ്ങളായിരിക്കാം, അങ്ങനത്തെ പെണ്ണുങ്ങളെ നമുക്ക് വേണ്ടന്നെ. എങ്ങനത്തെ പെണ്ണുങ്ങളെ? നമ്മളെ കുട്ടികളെ ദീനനുസരിച്ച് വളർത്താൻ നമ്മളെ പെണ്ണുങ്ങൾക്ക് താല്പര്യമില്ലേ? എന്നാ ഓളം വിട്ടിങ്ങള് ഓളോളം വീട്ടുകാന്ന് വിട്ടല്ലേ. എത്രയായിട്ടങ്ങളെ ദീനനുസരിച്ച് ജീവിക്കുന്നവളായിരിക്കണം ഭാര്യ. ഭർത്താവ് ദീനനുസരിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ ഭാര്യ എന്തായിരിക്കണം? ദീനനുസരിച്ച് ജീവിക്കണം. കല്യാണം കഴിക്കുമ്പോൾ ചൊറുക്കം നോക്കാനല്ല പറഞ്ഞേക്കുന്നത്, പിന്നെ വെളുപ്പ് നോക്കിയിട്ട് പെണ്ണെട്ടാനല്ല പറഞ്ഞത്. ദീനുള്ളവളെ തെരഞ്ഞെടുത്തോളിന്നാണ്. ദീനുള്ള ആളുകളെ തെരഞ്ഞെടുത്തോളി. നമ്മള് മുതലുള്ള നോക്കി, പിന്നെ കുറച്ച് നിറം നോക്കി, ഇതൊക്കെ നോക്കിയത്. ഇനി നമ്മളെ കുട്ടികൾക്കും അത് നോക്കിക്കോളി. മുതലുണ്ടോ, നിറമുണ്ടോ, ജോലി ഉണ്ടോ, ഇതൊക്കെ നോക്കിക്കോളി. പുതിയാപ്പിളാർക്ക് തരുമ്പോ പെൺകുട്ടികളെ തരുമ്പോ ഈ അതൊക്കെ തെരഞ്ഞെടുത്തോളി. ദീനുണ്ടോ നോക്കിക്കോളി. വാപ്പ എങ്ങനത്തെ വാപ്പയാണ് നോക്കി. ഉമ്മ ഏത് തറവാട്ടുകാർത്തിയാണ് നിൽക്കുന്നവളാണോ, ദീനനുസരിച്ച് ജീവിക്കുന്നവളാണോ, അതല്ല വാപ്പാന്റെ വാപ്പ അല്ലെങ്കിൽ പിന്നെ കള്ളുടേനാണോ, വാപ്പ കള്ളുടേനാണോ എന്നൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് മതി പെണ്ണടിച്ചലൊക്കെ. കുട്ടികളെ കടിച്ചലും ദീനുള്ള വീട്ടിലാണ് കുട്ടികളെ കടിച്ചതെന്നുണ്ടെങ്കിൽ ഈ കുട്ടിക്കും എന്തുണ്ടാവും? ദീനുണ്ടാവും. എത്ര സന്തോഷമാണ്. 10-15 കൊല്ലം 10-16 കൊല്ലം അല്ലെങ്കിൽ 17 കൊല്ലം നമ്മൾ വളർത്തി ദീനനുസരിച്ച് നമ്മൾ എന്താക്കിയിട്ട് ഞങ്ങളെ വളർത്തി കൊണ്ടുവന്നു. ഇനി ഇതിനെ ഒരു ഭർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുമോ ആ ഭർത്താവും ദീനുള്ളതാണെങ്കിൽ എത്ര ഒരു സന്തോഷം ഉണ്ടാവും നമ്മൾക്ക്. അതിനെ പറ്റൂലേ. ഇവരെന്നെ പറ്റണില്ല. ഈ കുട്ടിന്റെ വാപ്പാക്ക് പറ്റണില്ല. ആരെ? ദീനുള്ള പുരാപ്പളിനെ പറ്റണില്ല. എന്താ കാട്ട? സ്വന്തം ഉമ്മാക്ക് പറ്റുന്നില്ല. എന്റെ കുട്ടിനെ കടിക്കുന്നത് ദീനുള്ള ഒരാൾക്കാവണം എന്നുള്ളത് താല്പര്യമില്ല. ഡോക്ടറാണ് അല്ല എഞ്ചിനീയറാണ് അങ്ങനെയൊക്കെ കേട്ടാവും. എന്താ അതിന്റെ ഒക്കെ ഒരു പവർ വെച്ചിട്ട് അങ്ങനെ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് ആണ്. ആര് ഒന്ന് ഒപ്പാച്ചിയാണ്. മലയാളത്തിൽ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഈ നല്ലേ ഒത്താച്ചി ഒത്താച്ചിന്റെ അർത്ഥം അത് ഇംഗ്ലീഷ് ഗൈനക്കോളജിസ്റ്റ് ആണെന്നാണ് നമ്മള്. എന്താ പറ്റൊരു പവർ വെച്ചിട്ടാ ഒത്താച്ചിനെ കെട്ടുന്നത്? പ്രസവം എടുക്കണ ഒത്താച്ചി അല്ലേ? സുന്നത്തൊക്കെ കഴിക്കുന്ന ഒത്താൻ പുതിയാപ്പള. എന്തൊരു റാറ്റ, എന്തൊരു ഇഷ്ടമാണ്. ഇതാണ് ഞമ്മക്ക് വേണ്ടത്. ദീനുള്ള ഒരാളാണ് വേണ്ട. ഈ ഒത്താനും തളനും അങ്ങനെ നോക്കുന്നവരും കരുതണ്ട കേട്ടോ. ഏത് ഈ ഡോക്ടറെ ഓർക്ക് ഇവിടെ ചെങ്ങന്മാരെ ഇങ്ങളെ നോട്ടോ ഇവ്. മാത്രല്ല ഭാര്യ ഭർത്താവോ അല്ലെങ്കിൽ രണ്ടാളും ഡോക്ടർമാരാണെങ്കിൽ ഒരിക്കലും ഭാര്യയ്ക്ക് ഭർത്താവിന് എന്തുണ്ടാവില്ല, സ്നേഹം ഉണ്ടാവില്ല, വിശ്വാസം ഉണ്ടാവില്ല. കാരണം എത്രയോ പെണ്ണുങ്ങൾ അവിടെ വന്നു പോവുകയാണ്. പെണ്ണുങ്ങളെ പരിശോധിക്കണവേ ഭർത്താവേ. ഈ പെണ്ണിന് ഉണ്ടാവോ, സ്നേഹം ഉണ്ടാവോ? പിന്നെ കോളേജിലൊക്കെ പഠിച്ച് മറ്റേ MBBS പഠിക്കണ കാലത്ത് ഹോസ്റ്റലും മറ്റേതൊക്കെ ഉള്ള ജീവിതം രണ്ടാൾക്കും അറിയാലോ. രണ്ടാൾക്കും അറിയാലോ ഞാൻ എങ്ങനെയാണ്, അങ്ങനെ തന്നെയാണ് എന്റെ ഭർത്താവ് എന്നുള്ളത് ഓക്കും അറിയാലോ, ഓനും അറിയാലോ അങ്ങനെ തന്നെയാണ് എന്റെ പെണ്ണുങ്ങള്. അങ്ങനെ ഒക്കെ ആയിക്കോട്ടെ, എന്നാലും ഓളും ഒരു ഡോക്ടറായാൽ മതി. ഇത് ഉമ്മാനെ നോക്കാൻ കഴിയില്ല, വാപ്പാനെ നോക്കാൻ കഴിയില്ല, ഉമ്മാനും വാപ്പാനും സ്നേഹിക്കൂല. ഇവരെ കുട്ടികളും ഇങ്ങനെ ഉണ്ടാവും, കേടുവരും. ഒത്താറ്റികളും ഒത്താമാരായിട്ട് മാറും. അവർക്കത് പോവുക കുട്ടികളും
ദീനുള്ളവരാവില്ല.